മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയും ജോയിന്റ് കൗൺസിലിന്റെ പ്രമുഖ അംഗ സംഘടനയുമായ കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ് അസോസിയേഷന്റെ 38ാം സംസ്ഥാന സമ്മേളനം 20-21 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥയും സാംസ്കാരിക സമ്മേളനവും പ്രതിനിധി സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ ഓൾ കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 20-21 തീയതികളിൽ ആലപ്പുഴ ജെൻഡർ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ 38ാം സംസ്ഥാന സമ്മേളനം വരുന്ന 20-21 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് ചേരുകയാണ്. സംഘടന ജോയിന്റ് കൗൺസിലിൻ്റെ അംഗസംഘടനകൾ പ്രമുഖമായിട്ടുള്ള ഒരംഗസംഘടനയാണ്. മൃഗസംരക്ഷണ വകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാർ ഒഴികെയുള്ള 2686 ജീവനക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ്. കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ ജനജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മൃഗസംരക്ഷണ മേഖല. രാജ്യത്ത് മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ടാകുന്ന വല്ലാത്ത വിധത്തിലുള്ള സ്വകാര്യവൽക്കരണ കോർപ്പറേറ്റ് നയങ്ങൾ മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങളെയും മറ്റും പിറകോട്ടടിക്കുമ്പോൾ കേരളത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ, സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം എന്നിവ നടക്കും. സാംസ്കാരിക സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ കൃഷിമന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. യാത്രയയപ്പ് സമ്മേളനം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ യോഗത്തിൽ സമ്മേളനങ്ങളിലും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ഗ്രേഷ്യസ്, KHOSA സംസ്ഥാന പ്രസിഡന്റ് എ ഉമാദേവി, ജനറൽ സെക്രട്ടറി ജി ജയൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ ശുഭ, ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി BS സൂരജ്, ജില്ലാ പ്രസിഡന്റ് M അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CD ന്യൂസ് കായംകുളം.